പിഴ ചുമത്തിയ AI ക്യാമറയുടെ ചിത്രം ശ്രദ്ധിച്ചപ്പോഴാണ് പിൻസീറ്റിൽ മറ്റൊരു സ്ത്രീ ഇരിക്കുന്നതായി കാണുന്നത്. ആ പെണ്ണുങ്ങളെ അവർക്ക് ആർക്കും അറിയില്ലല്ലോ, അവരെ വണ്ടിയിൽ കേറിയിട്ടും ഇല്ലാന്ന്. ക്യാമറയിൽ ഫോട്ടോ വരുമ്പോണ്ട് ആ പെണ്ണുങ്ങളുടെ ഫോട്ടോ ആയിരിക്കും. കയ്യിൽ കിട്ടിയ ചെല്ലാൻ ഫോം സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടെന്ന കാര്യം കാസിംകുട്ടിക്ക് വ്യക്തമാകുന്നത്. ഹെൽമറ്റ് ധരിച്ചിട്ടില്ലെന്ന കാരണത്താൽ 500 രൂപ പിഴ. വാഹനാപകടത്തിൽ തുടയെല്ല് പൊട്ടി നടക്കാനാകാതെ 8 മാസമായി വീട്ടിൽ കഴിയുന്ന അനിൽകുമാർ ആകപ്പാടെ അമ്പരന്നു. ഇമേജിൽ കാണിച്ചിരിക്കുന്ന വണ്ടിയും എന്റേതല്ല. AI ക്യാമറയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളാണ് കണ്ടത്. ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്താണ് എന്ന് നോക്കാം. മോട്ടോർ വാഹന വകുപ്പിലെ മുൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള PM ഷാജി മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇങ്ങനെ പരാതികൾ പല തരത്തിൽ ഉയർന്നു വരുന്നുണ്ട്. എന്താണ് അതിന്റെ ഒരു അടിസ്ഥാനം? എന്താണ്? ക്യാമറയിൽ കിട്ടുന്നത് ഒരു ഇമേജാണ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആണ്. ആ വീഡിയോയെ അനലൈസ് ചെയ്യാനായിട്ടാണ് ഒരു AI സപ്പോർട്ട് കിട്ടുന്നത്. അതൊരു സോഫ്റ്റ്വെയർ ആണ്. അത് ആ സോഫ്റ്റ്വെയർ, അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി പരിശോധിക്കേണ്ടതുണ്ട്. നമ്പർ റീഡ് ചെയ്തിട്ടാണല്ലോ ഇത് കോഡ് ചെയ്തെടുക്കുന്നത്. ഇതിൽ എന്തായിരിക്കും പ്രശ്നം? അങ്ങനെ ഇത്തരം ഒരു നമ്പർ പ്ലേറ്റ് ആണെങ്കിൽ പെട്ടെന്ന് അത് വളരെ സ്പെസിഫിക് ആയിട്ട് എഴുതിയിരിക്കുന്ന നമ്പറാണ്. ഇത് AI ക്യാമറയ്ക്ക് പ്രത്യേകമായിട്ട് കണ്ടുപിടിക്കും. അല്ലാത്ത കുറച്ച് കൈകൊണ്ട് എഴുതിയതോ അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിലുള്ള ആർട്ടായിട്ട് പെയിന്റ് വെച്ച് എഴുതിയത് അങ്ങനെ ഡിസൈൻ ലെവലിൽ ചെയ്തൊക്കെ ആണെങ്കിൽ AI റീഡ് ചെയ്യുന്നത് തെറ്റായിട്ടായിരിക്കും. ഈ സ്ക്രൂ ഇതിൻ്റെ കൃത്യമായിട്ട് ഇതിൻ്റെ മേളിലായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ സ്ക്രൂ പലപ്പോഴും കാണാറുണ്ട് ചില വാഹനങ്ങളുടെ ഈ സ്ക്രൂ ഇങ്ങോട്ട് താഴെ മാറുന്നത്. ഇവിടെ 6ന്റെ ഈ ഭാഗത്താണ് ഇത് വരുന്നതെങ്കിൽ ഇത് 8 വായിക്കും. ഇപ്പോൾ ഇത് 3 ഈ 3ന്റെ ഈ ഭാഗത്താണ് വന്നാണെങ്കിൽ ഇത് 8 വായിക്കും. ക്യാമറ പിടിക്കുന്നത് പിക്ചറാണ്. അത് അനലൈസ് ചെയ്യുമ്പോൾ ഇത് തെറ്റായിട്ടൊരു ധാരണയിലേക്ക് എത്താൻ പറ്റും. പിന്നെ പലപ്പോഴും ഈ സംഭവിക്കാറുണ്ട്, ഈ സീറ്റ് ബെൽറ്റ് ഇട്ട് പോകുന്ന ഒരാൾ ആ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞ് പരാതി വരും. ലൈറ്റിൻ്റെ ആംഗിള്, വാഹനവും ക്യാമറയും തമ്മിലുള്ള ആംഗിള്, അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കളർ, ഡ്രസ്സിൻ്റെ കളർ കോഡ്, ഇതൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ കറുത്ത ബെൽറ്റ് ആണെങ്കിൽ കറുത്ത ഒരു ബനിയനായിട്ടിരിക്കുന്നെങ്കിൽ ചിലപ്പോൾ അത് ഇല്ലാന്ന് റീഡ് ചെയ്യുന്നത്. പിന്നെ ചിലപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒരു സൂര്യൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലൈറ്റിൻ്റെ ഒരു ഗ്ലെയർ വരുമ്പോഴത്തേക്കും ഇത് ചിലപ്പോൾ ഫെയ്ഡായിട്ട് പോകുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ വരുള്ളൂ. ആളുമാറി പിഴ ചുമത്തപ്പെട്ടാൽ പലരും അത് അറിയുക പോലുമില്ല. മൊബൈൽ നമ്പർ കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ സന്ദേശം വരില്ല. പിന്നീട് വാഹനം വിൽക്കുമ്പോഴാകും പിഴ പണിയാവുക. അതിനാൽ മോട്ടോർ വാഹന വകുപ്പിന്റെ സൈറ്റിൽ സ്വന്തം വണ്ടിയുടെ പൂർണ്ണ വിവരങ്ങൾ നൽകുകയാണ് പോംവഴി. നിയമലംഘനം നടത്താത്തവർക്ക് പോലും AI ക്യാമറ വഴി പിഴ ചുമത്തുന്നുണ്ട്. പിന്നീട് നിരപരാധിത്വം തെളിയിക്കേണ്ട ബാധ്യത ആ ആൾക്കായി മാറുന്നു. സാങ്കേതിക വിദ്യയുടെ അവസാന വാക്കായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിരത്തുകളിൽ ഉപയോഗിക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. രാകേഷിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.